ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ദാനത്തിന്റെ ശക്തിയെക്കുറിച്ച് എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് പങ്കിടാതെ ഒരു ഭക്ഷണവും കടന്നുപോകാൻ നിങ്ങൾ അനുവദിക്കില്ല. ബുദ്ധൻ. കൊടുക്കലിന്റെ ശക്തിയെക്കുറിച്ച് എനിക്കറിയാവുന്നതിന്റെ പകുതി പോലും നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ ഒരു പിടി ഭക്ഷണവും പങ്കുവയ്ക്കാതെ ഒരു ദിവസം പോലും കടന്നുപോകില്ലായിരുന്നു എന്ന വാചകത്തിലെ പ്രചോദന കാരണങ്ങൾ മലയാളത്തിൽ. 1. കരുണയുടെ സന്തോഷം. ദരിദ്രനായ ഒരാളുമായി ഒരു പിടി ഭക്ഷണം പങ്കിടുന്നതിലൂടെ നമുക്ക് അനുഭവിക്കുന്ന നിർവൃതിക്ക് പരിധിയില്ല. അത് നമ്മുടെ ഹൃദയത്തെ തുറക്കുകയും സഹാനുഭവത്തിന്റെ ചൂട് പകരുകയും ചെയ്യുന്നു. 2. നന്മയുടെ പരമ്പര. ഒരു ചെറിയ ദയ അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാം. പങ്കുവയ്ക്കലിന്റെ ശീലം പഠിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് പ്രചോദനമാകാമെന്നു മാത്രമല്ല, സമൂഹത്തിൽ ദയയുടെ ഒരു ശൃംഖല സൃഷ്ടിക്കാനും ഇതുവഴി കഴിയും. 3. ആത്മനിന്മകത കുറയുന്നു. നമ്മുടെ ആവശ്യങ്ങളെ മാത്രം ചിന്തിച്ചു ജീവിക്കുന്ന ഏകാന്തയ്ക്കും സ്വാർത്ഥതയ്ക്കും പകരം പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മൾ ലോകവുമായി ബന്ധപ്പെടുകയും നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. 4. സമൂഹത്തിന്റെ പുരോഗതി. ഓരോരുത്തരും കൊടുക്കുന്ന ചെറിയ കാര്യങ്ങൾ ചേർന്ന് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, സമയം മുതലായവ പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. 5. ആത്മീയ വളർച്ച. ഭൗതിക സമ്പത്തിനേക്കാൾ ശക്തമായ ഒരു സമ്പത്ത് നമുക്ക് നൽകാൻ കൊടുക്കലിന് കഴിയും. ദയയും കരുണയും പരിപോഷിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ആത്മീയ യാത്രയിൽ മുന്നോട്ടു പോകാനും കഴിയും. 1. സന്തോഷത്തിന്റെ ഗുളിക. ഭക്ഷണം പങ്കുവയ്ക്കുന്നത് നമുക്ക് സന്തോഷം നൽകുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ദയ കാണിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഡോപാമൈൻ, സന്തോഷ ഹോർമോൺ, പുറത്തുവിടുന്നു. ഇത് നമ്മുടെ മാനസികാവസ്ഥയെ ഉയർത്തുകയും സുഖം തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പുഞ്ചിരിയോ ഒരു നന്ദിയോ പോലെ ഭക്ഷണം പങ്കുവയ്ക്കുന്നതും നമുക്ക് നല്ല ഫീൽ ഗുഡ് ഹോർമോണുകൾ നൽകുന്നു. കർമ്മഫല സിദ്ധാന്തം. പല വിശ്വാസങ്ങളിലും നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങൾ നമുക്ക് തിരിച്ചുകിട്ടും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദയ കാണിക്കുന്നതിലൂടെ നമുക്ക് നല്ല കർമ്മ സൃഷ്ടിക്കാനും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഫലങ്ങൾ അനുഭവിക്കാനും കഴിയും. ഇത് നമുക്ക് മാത്രമല്ല, സമൂഹത്തിനും ഗുണം ചെയ്യും. 3. പ്രതീക്ഷയുടെ കിരണങ്ങൾ. ഒരു വിശന്നു വലഞ്ഞ വയറിന് ഭക്ഷണം നൽകുന്നത് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു കിരണം നൽകുന്നു. നമ്മുടെ ചെറിയ പ്രവൃത്തികൾ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാം. അത് ആളുകളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കുകയും അവർക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യും. സമൂഹത്തിന്റെ കണ്ണാടി. നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് നാം ദയ കാണിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരു ദയയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് മറ്റുള്ളവരെയും ദയ കാണിക്കാൻ പ്രചോദിപ്പിക്കുകയും ഒരു കൂടുതൽ കരുണാമയ സമൂഹം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യും. അനുഗ്രഹം നേടുക. ദരിദ്രനായ ഒരാളുമായി ഭക്ഷണം പങ്കുവയ്ക്കുന്നത് നമുക്ക് അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം. നമ്മുടെ ദയ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും അനുഭവിക്കാൻ കഴിയും. കൊടുക്കൽ ഒരു സ്വഭാവ ഗുണമാണ്. അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ സ്വന്തം ജീവിതത്തെയും മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ലളിതമായ പ്രവൃത്തിയിലൂടെ ലോകത്തെ കൂടുതൽ നല്ല സ്ഥലമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിയും. മാധവൻ സേട്ട്. തൃശൂരിലെ ഒരു ചായക്കടക്കാരൻ ഒറ്റനയിൽ ജീവിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. രാവിലെ ചൂട് ചായയും മൊരിഞ്ഞ ഇഡ്ഡലിയും വിറ്റ് അയാളുടെ ജീവിതം ഒഴുക്കിയിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനു ശേഷം ദേവിയുടെ നടയിൽ കിടന്ന കൊഴിഞ്ഞുപോയ അപ്പം ശ്രദ്ധയിൽപ്പെട്ടു. വയറുമുട്ടിയിട്ടും ആരും അത് തൊട്ടില്ല. മാധവൻ ചിരിച്ചു. ആ അപ്പം എടുത്ത് വെള്ളത്തിൽ കഴുകി ഒരു തുണിയിൽ പൊതിഞ്ഞ് കടയിലേക്ക് തിരിച്ചു. ഒരു തെരുവുനായ അടുത്തുവന്നു വാലാട്ടി. മാധവൻ ചിരിച്ചുകൊണ്ട് അപ്പം നായയുടെ മുന്നിൽ വെച്ചു. നായ ഭക്ഷിച്ചു. ഒരു നന്ദിവാലാട്ടി ഓടി. ഒരു പുഞ്ചിരിയും ഒരു കൊച്ചു ദയയും എത്ര ആഹ്ലാദം നൽകുന്നു. മാധവൻ മനസ്സിൽ പറഞ്ഞു. പതിയെ മാധവൻ സേട്ടിന്റെ കട മറ്റൊരു തരത്തിൽ അറിയപ്പെട്ടു. വയറു കെട്ടാൻ വന്നവർ മാത്രമല്ല, പങ്കുവയ്ക്കാനുള്ള ദയ കണ്ടെത്താൻ വരുന്നവരും. കടയിലെ ഒരു മൂലയിൽ എപ്പോഴും പഴയ പാത്രത്തിൽ പൊതിഞ്ഞ ഭക്ഷണം ഉണ്ടാകും. ആർക്കും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. കൂടുതലുണ്ടെങ്കിൽ തെരുവിലെ കുട്ടികൾക്കും നായകൾക്കും. ഒരു വൈകുന്നേരം കോഴിക്കോടും തൃശൂരും തമ്മിലുള്ള ബസ്സിറങ്ങിയ ചെറുപ്പക്കാരൻ അഭയ് കടയിലെത്തി. പട്ടിണിയും വിഷമവും നിറഞ്ഞ കണ്ണുകളോടെ ഭക്ഷണം ചോദിച്ചു. മാധവൻ സേട്ട് പതിവ് പോലെ ഒരു പൊതി നീട്ടി. അഭയ് ഭക്ഷിച്ചു. കണ്ണു നിറഞ്ഞ് മാധവന്റെ കൈവച്ചു. ഈ ഒരു കൂട് ഭക്ഷണം എനിക്കൊരു 1,00,000 രൂപയ്ക്ക് തുല്യമാണ് സേട്ടാ. എന്റെ ജീവൻ രക്ഷിച്ചു.
ആ സംഭവം മാധവൻ ചേട്ടന്റെ ദയയുടെ തീ ആളിക്കെത്തിച്ചു. മറ്റുള്ളവരുടെ വിശപ്പും വേദനയും അനുഭവിക്കാനുള്ള കഴിവായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. ഒരു പ്രാവശ്യം അമ്പലത്തിലെ പൂജാരി ചോദിച്ചു, "എന്താണ് സേട്ടേ ഈ സ്നേഹത്തിന്റെ ഉറവിടം?" മാധവൻ സേട്ട് ചിരിച്ചു പറഞ്ഞു, "പെരുവഴി പറമ്പിൽ ഒരു കൊച്ചു വയലുണ്ടായിരുന്നു. അവിടെ ഞാൻ നെല്ല് വിളയിച്ചു കൊയ്തെടുക്കുമ്പോൾ ചില നെല്ലിക്കുഞ്ഞുകൾ കൊതിച്ച് എത്തും. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവയെ തുരത്താനാകില്ല. അന്ന് മനസ്സിലായി, ജീവനോളം എല്ലാവർക്കും ആവശ്യങ്ങൾ ഉണ്ട്. കൊടുക്കലല്ലേ നമ്മുടെ യഥാർത്ഥ കൊയ്ത്തുള്ളൂ." പലരും മാധവൻ സേട്ടിനെ ഒരു പൽ എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അതിനെ കാര്യമാക്കിയില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൊടുക്കുന്നതിന്റെ സന്തോഷം എത്ര വലുതാണെന്ന്. അത് ഒരു കൊച്ചു പുഞ്ചിരി, ഒരു നന്ദി, ഒരു പുതുജീവൻ, ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം നിറഞ്ഞു തുളുമ്പുന്നതെന്ന്. ഒരു ദിവസം പ്രശസ്തമായ ഒരു പത്രക്കാരൻ മാധവൻ സേട്ടിന്റെ കഥ കേട്ട് കടയിലെത്തി. അദ്ദേഹം സേട്ടിന്റെ ജീവിതത്തെയും ദയയും ഒരു കവർ സ്റ്റോറിയാക്കി. പെട്ടെന്ന് മാധവൻ സേട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ദാനധർമ്മങ്ങൾ കുതിച്ചുയർന്നു. പലരും സമാനമായ പദ്ധതികൾ ആരംഭിച്ചു. പക്ഷേ മാധവൻ സേട്ടിന് ഒന്നും മാറിയില്ല. അദ്ദേഹം ഇപ്പോഴും തന്റെ കടയിലുണ്ടായിരുന്നു. പഴയ പാത്രത്തിൽ ഭക്ഷണം വയ്ക്കുമായിരുന്നു. ആവശ്യമുള്ളവർക്ക് നൽകുമായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നത് വലിയ പ്രശംസയോ സമ്പത്തിയോ അല്ല, പങ്കുവയ്ക്കലിന്റെ സന്തോഷം മാത്രമായിരുന്നു. അതാണ് മാധവൻ സേട്ടിന്റെ കഥ പറയുന്നത്. നമ്മൾ ഏറ്റവും കുറവ് കരുതുന്നവർ ഏറ്റവും ആവശ്യമുള്ളവർക്ക് നൽകുമ്പോൾ നമ്മൾ നേടുന്നത് അനന്തമായ സന്തോഷവും കൃതജ്ഞതയുമാണ്. അത് ഒരു പിടി അരി, ഒരു പഴം, ഒരു ചെറുനെൽ, എന്തുമാകാം. പ്രധാനം നമ്മുടെ ഹൃദയത്തിലെ ദയയുടെ തീ നിലനിർത്തുകയും അത് അനുഭവിക്കാൻ മറ്റുള്ളവർക്കും അവസരം നൽകുകയും ചെയ്യുക എന്നതാണ്. മറക്കരുത്, ഒരു മനുഷ്യന് ഒരു ഭക്ഷണം നൽകുന്നത് ഒരു ജീവൻ വെളിച്ചം നൽകുന്നതിന് തുല്യമാണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.